എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്നൊരു കിടിലൻ പ്രോപ്പർട്ടിയാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് എവിടെയെന്ന് ചോദിച്ചാൽ തൃശ്ശൂർ ജില്ല കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ, അതായത് നമ്മുടെ കൊണ്ടാഴി കായാമ്പുവം ബസ് റൂട്ട്, അതായത് ഒറ്റപ്പാലത്ത് നിന്ന് വരുമ്പോൾ മായന്നൂർ കൊണ്ടാഴി കായാമ്പുവം ബസ് റൂട്ടിൽ നിന്നൊരു 1.5 കിലോമീറ്റർ ഉള്ളിലോട്ടായിട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന വഴിയാണ് ഇത്. ഈ പ്രോപ്പർട്ടിയിലേക്ക് മാത്രം അവകാശപ്പെട്ട വഴിയാണ് കേട്ടോ. പഞ്ചായത്ത് കോൺക്രീറ്റ് റോഡിൽ നിന്നും ഈ വീട്ടിലേക്ക് മാത്രം, അല്ലെങ്കിൽ ഈ സ്ഥലത്തേക്ക് വരുന്ന മാത്രം അവകാശപ്പെട്ട വഴി. ഇതിൽ 2 വീടുണ്ട്. ഒന്ന് ദേ ഹോളോ ബ്രിക്സ് കല്ലുകൊണ്ട് കെട്ടിയ ഒരു നല്ല ഒന്നാന്തരം ഓടിട്ട വീട്. നല്ല വീടാണ്, അതൊക്കെ നിങ്ങൾക്ക് വന്ന് കാണുമ്പോൾ മനസ്സിലാവും. ഇതിൽ മൊത്തത്തിൽ 67 സെൻറ്റ് സ്ഥലവും അതുകൂടാതെ 35 സെൻറ്റ് സ്ഥലവും ഒറ്റ പ്ലോട്ടായിട്ടാണ് കിടക്കുന്നത്. അതിൽ നമുക്ക് 35 സെൻറ്റ് സ്ഥലത്തിനാണ് പട്ടയമുള്ളത്. പിന്നെ ഈ 67 സെൻറ്റ് സ്ഥലം 2014 വരെ ഇവർ നികുതി അടച്ചു വരുന്നതാണ്. നല്ല ഓടിട്ട വീടാണ് കേട്ടോ അത്. വീടിൻ്റെ കഴുക്കോലും പട്ടികയും കാര്യങ്ങളൊക്കെ പുതിയ പെരയാണ്. ഓളോബ്രിക്സ് കൊണ്ട് കെട്ടിയിട്ട് അധികമായിട്ടില്ല, കുറച്ചായിട്ടേ ഉള്ളൂ. ഇത് കൂടാതെ അവർ താമസിക്കുന്ന വീട് തൊട്ടപ്പുറേ, അത് നല്ല കിടിലൻ വീടാണ്. നല്ല ഓടിട്ട പെരയാണെങ്കിലും ഹോളോബ്രിക്സ് കല്ല് കൊണ്ടല്ല, അത് വെട്ടുകല്ലാണ്. വെട്ടുകല്ല് കൊണ്ടും കുഴമണൽ കൊണ്ടൊക്കെ ചുമര് കെട്ടിയിരിക്കുന്നതാണ്. അവർ വാർക്കേണ്ട കണ്ടീഷനിലാണ് അതിൻ്റെ അടിത്തറയും ചുമരൊക്കെ കെട്ടിയിരിക്കുന്നത്. അതിലേക്കൊക്കെ കിടക്കാം, നമുക്ക് ആ ഭാഗത്തേക്കൊക്കെ പോവാം. അപ്പോൾ ഇതിൽ 67 സെൻറ്റ് സ്ഥലത്തിലും 35 സെൻറ്റ് സ്ഥലത്തിലും കൂടെ ടോട്ടൽ ഒരു 80 റബ്ബറുണ്ട്. അതിൽ 40 റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്നതും 40 എണ്ണം വെട്ടാറായതും. ഇത് കൂടാതെ മാവ്, പ്ലാവ്, തെങ്ങ്, കവുങ്ങ്, ഒരു ഓപ്പൺ കിണർ, ബോർവെല്ല്, അതുപോലെ പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ കണക്ഷൻ എന്നിവയൊക്കെ ഉണ്ട്. ഈ 35 സെൻറ്റ് സ്ഥലം വെച്ചിട്ട് ഇവർ ആദ്യം ലോൺ എടുത്തിട്ടുള്ളതാണ്. ലോണ് എടുത്ത് അതൊക്കെ ക്ലോസ് ചെയ്തതാണ്. അപ്പോൾ ഇത് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. ഈ പ്രോപ്പർട്ടിക്ക് ഈ മൊത്തത്തിൽ ഈ 67 സെൻറ്റും 35 സെൻറ്റും എല്ലാത്തിലും കൂടെ മൊത്തത്തിൽ ഇതിൻ്റെ ഉടമസ്ഥൻ പറയുന്നത് 26.5 ലക്ഷം രൂപയാണ്. നല്ലൊരു ഫാം സെറ്റപ്പൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. വേണ്ട അപ്പുറം ഇത് ആ കോൺക്രീറ്റ് റോഡാണ് വരുന്നത് കേട്ടോ. അതങ്ങനെ കയറി വരുന്നത് ഞാൻ ആദ്യം വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചിരുന്നു. അതങ്ങനെ കയറി വരുന്നത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കാണ്. അടുത്ത് വീടുകളുണ്ട്. അതുപോലെ ഈ വീടിൻ്റെ അവിടെ നിന്നും ക്രിസ്ത്യൻ പള്ളിയിലേക്കും അതുപോലെ ആ പള്ളിയുടെ അണ്ടറിലുള്ള സ്കൂളിലേക്കൊക്കെ ഏകദേശം ഒരു 600-700 മീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. ഇതിനകത്ത് നല്ലതുപോലെ കായ്ക്കുന്ന പ്ലാവും മാവും ഒരു വീട്ടിലേക്ക് അത്യാവശ്യമായിട്ടുള്ള എല്ലാവിധ സാധനങ്ങളും നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവരുടെ മകൻ്റെ ഒരു പഠിപ്പുമായി ബന്ധപ്പെട്ടിട്ട് എന്തോ യൂറോപ്പിലേക്കോ മറ്റോ പോകുന്നതിൻ്റെ ഒരു പഠിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന് അടിസ്ഥാനത്തിലാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാതെ വേറെ എന്തെങ്കിലും വല്ല കാര്യങ്ങളും ഉണ്ടായിട്ടല്ല. ഒരു മകൻ്റെ ഒരു പഠിപ്പിൻ്റെ ഒരു അത്യാവശ്യം കാരണം കൊണ്ട് ഇത് വിൽക്കാൻ അവർ ഉദ്ദേശിച്ചിരിക്കുന്നു. കണ്ടോ, നല്ല അരിമുളക് ഇഷ്ടംപോലെ, നല്ല എരി കേട്ടോ. ഞാനൊന്ന് കടിച്ച് നോക്കിയപ്പോൾ നല്ല എരിയുള്ള അരിമുളകാണ്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു ഒരു 40 റബ്ബറോളം വെട്ടിക്കൊണ്ടിരിക്കുന്നതും അതുപോലെ വെട്ടാൻ ഭാഗമായി നിൽക്കുന്നതുമായിട്ടുള്ളൊരു 40 റബ്ബറുണ്ട്. ഇത് കൂടാതെ കുറേ തേക്കുണ്ട് ഇതിനകത്ത്. ഇവർ ഇതിൻ്റെ ഈ ഇവിടെ നിന്ന് തന്നെയാണ് മരം മുറിച്ചിട്ട് ഈ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കും അല്ലെങ്കിൽ ഈ ഇപ്പോൾ പുതിയതായിട്ടുള്ള ആ ഹോളോ ബ്രിക്സ് കല്ലുകൊണ്ട് കെട്ടിയിട്ടുള്ള വീട്ടിലേക്കുള്ള കഴുക്കോലും പട്ടിയൊക്കെ എടുത്തത് ഇതിൽ നിന്ന്, ഇവരുടെ ഈ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള മരം മുറിച്ചിട്ട് അതുകൊണ്ടാണ് ഇവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും തൃശ്ശൂർ ജില്ലയാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ ഒറ്റപ്പാലം ടൗണിലേക്ക് ഏകദേശം ഒരു 16-17 കിലോമീറ്ററിൻ്റെ താഴെ മാത്രമാണ് ദൂരമുള്ളത്. അതുപോലെ കായാമ്പൂത്തേക്കാണെങ്കിൽ, കായാമ്പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഴക്കോട് ടു പഴയന്നൂർ സ്റ്റേറ്റ് റോഡാണ്. അപ്പോൾ അതിനകത്ത് കായാമ്പൂ എന്ന് പറഞ്ഞൊരു ഭാഗം വരും. അവിടത്തേക്കൊക്കെ ആണെങ്കിൽ ഒരു 4-5 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ദൂരമുള്ളത്. സ്റ്റേറ്റ് ഹൈവേയിലേക്ക് ഒരു 4-5 കിലോമീറ്ററാണ് ദൂരമുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക. 26.5 ലക്ഷം രൂപ. അതുകൂടാതെ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇനി ഒരു പോത്ത് വളർത്തുന്ന ഒരു ഫാമായിട്ടോ അതല്ലെങ്കിൽ ഒരു ആട് ഫാമോ കോഴി ഫാമോ ഒക്കെ നടത്തുന്നതിനോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ സ്ഥലം ഏത് രീതിക്ക്, ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ 1 ഏക്കറിനടുത്ത് സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ ഏത് രീതിക്ക് ഉപയോഗിക്കാമെന്ന് ഈ വീഡിയോ കണ്ട് ഇങ്ങനൊരു സ്ഥലം നോക്കുന്നവർക്കൊക്കെ ഏത് രീതിയിൽ വേണമെങ്കിലും അവരുടെ ഇഷ്ടപ്രകാരം മാറ്റിയെടുക്കാൻ പറ്റും. കുറേ ഭാഗങ്ങൾ കാലിയായിട്ട് കിടക്കേണ്ട ഈ സ്ഥലത്ത് തന്നെ ബാക്കി എല്ലാ ഭാഗത്തും ഈ പറഞ്ഞ റബ്ബറും ഒരു 8-10 തെങ്ങുണ്ട്. അതുപോലെ മാവും പ്ലാവും അങ്ങനെയുള്ള മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടികളൊക്കെ വരാനുള്ള സൗകര്യമുണ്ട്. ഇതാണ് ഇപ്പോൾ 3 കാറ് തന്നെ അവിടെ ആ വീട്ടുമുറ്റത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ വണ്ടികൾക്കൊക്കെ വരാനുള്ള സൗകര്യമുണ്ട്. ഈ വീട് നല്ല വീടാണ്. ഇതിനകത്ത് അറ്റാച്ച്ഡ് 3 ബെഡ്റൂമാണ്. അതിൽ 1 അറ്റാച്ച്ഡ് ഉണ്ട്. അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്.
ഇതിൽ വീടിൻ്റെ പുറകിലേക്ക്, ഈ വീടിൻ്റെ പുറകിലേക്ക് ഒരു 2 സ്റ്റെപ്പാണ്. അതങ്ങനെ പുറകിലൊരു കിണർ, അതുകൂടാതെ ഒരു ഓപ്പൺ ബോർവെല്ല്, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, വെട്ടുകല്ലുകൊണ്ടൊക്കെ വൃത്തി പോലെ. അതായത് ആൾ പറഞ്ഞത് ഇത് വാർക്കേണ്ട രീതിക്കാണ് ചുമര് കെട്ടിയിരിക്കുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു ലിൻഡിൽ വാർക്കുക, അതിന് മുകളിലേക്ക് വാർക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇവിടെ നിന്നും നമ്മുടെ ചേലക്കര ടൗണിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളിലേക്ക് ഏകദേശം ഒരു 6-8 കിലോമീറ്റർ, ഒരു 10 കിലോമീറ്ററിൽ താഴെ ദൂരവും, തൃശ്ശൂർ ടൗണിലേക്കാണെങ്കിൽ ഏകദേശം ഒരു 35 കിലോമീറ്ററിൽ താഴെയായിരിക്കും ദൂരമുള്ളത്. ഒറ്റപ്പാലത്തേക്കാണെങ്കിൽ അതുപോലെ 10-12-13 കിലോമീറ്റർ ദൂരം. അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്തൊക്കെ കുരുമുളകും അതുപോലെ റബ്ബറും മാവും പ്ലാവും. നല്ല മഴയുള്ള സമയത്താണ് ഞാൻ വന്ന് വീഡിയോ എടുത്തത്. കണ്ടോ, പ്ലാവൊക്കെ നല്ലോണം കായ്ക്കുന്ന. ഈ ചക്കയൊന്നും ഇടാറില്ല, ഒക്കെ വെറുതെ പഴുത്ത് താഴെ വീണ് പോയി ചീഞ്ഞു പോകുകയെന്നല്ലാതെ ഇവർക്ക് അതൊന്നും നോക്കാനുള്ള ഒഴിവൊന്നുമില്ല. കണ്ടോ, ഇഷ്ടംപോലെ ചക്കകൾ വെറുതെ മഴ കൊണ്ട് ചക്ക മുകളിൽ തന്നെ വീണ്ട് പൊട്ടി താഴെ വീണ് ചീഞ്ഞളിഞ്ഞ് പോകാമെന്നല്ലാതെ. അപ്പോൾ ഒരു ഫാം സെറ്റപ്പ് എന്നുള്ള രീതിക്ക് ആഗ്രഹിക്കുന്നവർക്കൊക്കെ 100% അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇത് കണ്ടോ, ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് വീടിൻ്റെ പുറത്ത് ഒരു ബാത്റൂം സൗകര്യം കൊടുത്തിരിക്കുന്നു. വെള്ളത്തിന് ഒരു തരത്തിലും ക്ഷാമമില്ലാത്തൊരു ഭാഗമാണ് കേട്ടോ. എത്ര വേനൽക്കാലത്താണെങ്കിലും വെള്ളം ഇഷ്ടംപോലെ വെള്ളമുള്ള ഒരു പ്രദേശം കൂടെയാണ്. ഈ ചാനൽ കാണുന്നവരൊക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇവർക്ക് വിറകടുപ്പ് കത്തിക്കുന്നതിനായിട്ട് വിറകൊന്നും ഇവർക്ക് പുറത്തുനിന്ന് പൈസ കൊടുത്ത് മേടിക്കേണ്ട ഒരു സാഹചര്യമില്ല. ഇഷ്ടംപോലെ വിറക് വേനൽക്കാലങ്ങളിലൊക്കെ ഇവിടെ നിന്ന് തന്നെ, ഈ പറമ്പിൽ നിന്ന് തന്നെ ഇഷ്ടം പോലെ ഉണ്ടോ വിറക് അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ വിറക് ഇഷ്ടം പോലെ ഇവിടെ നിന്ന് തന്നെ കിട്ടും. വിറകടുപ്പ് കത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇപ്പോഴത്തെ ഗ്യാസിൻ്റെ വിലയ്ക്കും അതുപോലെ കറണ്ട് അടുപ്പിനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വിറക് തന്നെയാണ് നമുക്ക് ആദായം. അപ്പോൾ വിറകിനൊന്നും ഒരു തരത്തിലും ക്ഷാമമില്ല. അതുപോലെ നല്ല കിടിലൻ ഓട്ടുപുര വീട് തന്നെയാണ്. നമ്മൾ വീഡിയോയുടെ അവസാനം വീടിൻ്റെ അകമൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. ഇതൊരു വണ്ടി നിർത്താൻ പാകത്തിന് ഒരു ഷെഡ്, മഴ കൊള്ളാത്ത രീതിക്ക്, മഴയും വെയിലും തട്ടാത്ത രീതിക്ക് ഒരു ഷെഡ് ഫ്രണ്ടിൽ തന്നെ അങ്ങനെ ഇറക്കിയിരിക്കുന്നു. ഇപ്പോൾ വീടിൻ്റെ അകത്തേക്ക് കയറിയാൽ ഒരു സിറ്റ് ഔട്ട് കഴിഞ്ഞ ഉടനെ ഒരു ഹാള്, അപ്പുറം ഇപ്പുറമായിട്ട് 2 ബെഡ്റൂം, 3 ബെഡ്റൂം ഉണ്ട് ഇതിനകത്ത്. ഇവിടെയാണ് നമുക്കിതിനൊരു ഓപ്പൺ കിണർ സൗകര്യം ഉള്ളത് കേട്ടോ. വീടിൻ്റെ ഏറ്റവും പുറകിലായിട്ട് ഇതാണ് ഇതിൻ്റെ എൻഡ് വരുന്നത്. അപ്പോൾ ഇവിടെയായിട്ട് നമുക്കൊരു ഓപ്പൺ കിണറുണ്ട്. അത് കെട്ടിയിട്ടൊന്നുമില്ല, അതിങ്ങനെ ചുമ്മാ ആൾമറ മാത്രമേ കരിങ്കല്ല് കൊണ്ട് കെട്ടിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ അങ്ങനെ മണ്ണ് തന്നെയാണ്. ഒന്ന് ഇടിയോ താഴോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ അവിടെ വെള്ളം, അത് കൂടാതെ തൊട്ടപ്പുറം തന്നെയായിട്ട് നമുക്കിവിടെ ഒരു ബോർവെല്ലും ഉണ്ട്. ഇത് കൂടാതെയാണ് പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ കണക്ഷനും വരുന്നത്. അപ്പോൾ 26.5 ലക്ഷം രൂപയ്ക്ക് വലിയ നഷ്ടമില്ലാത്തൊരു കേസാണ് ആൾക്കാർ എടുക്കുന്നവർക്ക്. ഈ 26 ലക്ഷത്തിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിക്ക് വിലയിൽ വ്യത്യാസം വരാം. അത് ഉടമസ്ഥനുമായി വന്നിരുന്ന് നിങ്ങൾ നേരിൽ കണ്ട് സംസാരിച്ചിരുന്നാൽ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിക്ക് വ്യത്യാസം വരാം. ഇപ്പോൾ വീടിൻ്റെ അകമൊക്കെ ഒന്ന് കണ്ടാൽ നോക്കിക്കോളൂ. നിങ്ങൾ വീഡിയോ മുഴുവനായും കണ്ട് കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ധാരണയായതിനു ശേഷം, അതായത് നിങ്ങൾക്ക് ഏകദേശം ഒന്ന് മനസ്സിലായതിനു ശേഷം വിളിച്ചതിന് ശേഷം വന്ന് ഉടമസ്ഥനുമായിട്ട് നമുക്ക് നേരിൽ സംസാരിക്കാം. അപ്പോൾ ഇങ്ങനെ കയറിയോടെ തന്നെ ഇവിടെ തന്നെ ഹാൾ വിത്ത് ഡൈനിങ് സൗകര്യം കൊടുത്തിരിക്കുന്നത്. നല്ല പെരയാട്ടോ, വീടിന് യാതൊരു തരത്തിലുള്ള കേടുപാടുകളും ഇല്ല. അവർ ഈ വേനൽക്കാലത്ത്, ഈ കഴിഞ്ഞ വർഷക്കാലത്തിന് തൊട്ട് മുന്നായിട്ടാണ് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ പൊളിച്ച് പണിത് കഴുക്കോലും പട്ടിയക്കോലൊക്കെ അല്ലറ കേടുപാടുകളായിരുന്നതൊക്കെ മാറ്റിയത്. ഇനിയിപ്പോൾ ഒരു 3-4 വർഷത്തേക്കൊന്നും നോക്കേണ്ട കാര്യമില്ല. കണ്ടോ, ഇതൊരു ബെഡ്റൂം, അതുപോലെ അപ്പുറം ഒരു ബെഡ്റൂം. അതിലൊന്നിൽ അറ്റാച്ച്ഡ് സൗകര്യം കൊടുത്തിരിക്കുന്നു. ഇതിലാണെന്ന് തോന്നുന്നു അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് കേട്ടോ. അതിനകത്ത് തന്നെയാണ് അറ്റാച്ച്ഡ് സൗകര്യമുണ്ട്. ഒരു ഫാമിലിക്ക് നല്ലതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിക്കുള്ളൊരു ബിസിനസ്സൊക്കെ അല്ലെങ്കിൽ ഒരു ഫാം സെറ്റപ്പായിട്ട് നടത്തുന്നവർക്കൊക്കെ സുഖമായിട്ട് വന്ന് താമസിക്കാം. സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ശുദ്ധവായു ഒക്കെ ഉള്ള ടൗണിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നൊക്കെ ഒന്നിത്തിരി മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായും കാണുക. കണ്ടതിന് ശേഷം വിളിക്കുക. തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ ജില്ലയിലെ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലാണ്. ബസ് റൂട്ടിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ദൂരം. വരുന്ന വഴിക്കൊക്കെ ഇഷ്ടം പോലെ വീടുകളാണ്. അപ്പോൾ ഒറ്റപ്പെട്ട ഒരു ഏരിയയിലല്ല. എന്തായാലും നിങ്ങൾ വീഡിയോ ഭാഗങ്ങൾ മുഴുവനായും കണ്ടതിന് ശേഷം വിളിക്കുക. വെറും 26.5 ലക്ഷം രൂപ മാത്രമാണ് ഇതിൻ്റെ ഉടമസ്ഥൻ പറയുന്നത്. പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരുന്നവരെ ബൈ.